ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നതുണ്ട് ഈ കിച്ചു സുധി അതുപോലെ തന്നെ രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള സംഭവം തന്നെയാണ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. ഇപ്പോൾ സാധാ രീതിയിൽ രേണുവിൻ്റെ കൂട്ടുകാരികളുമായിരുന്നു ഇതിന് തുടക്കം ഇട്ടത്. ഇതേ കണക്കുണ്ടെങ്കിൽ ബിഷപ്പിനെ കുറിച്ച് പലയിടത്ത് നിന്ന് കുറ്റം പറയുക, അതോടെ തന്നെ ഫിറോസിനെ കുറിച്ചും കുറ്റം പറയുക, വീട് വെച്ച് തന്നത് പോരാ, അത് ശരിയായില്ല, ഇത് ശരിയായില്ലെന്നും പറഞ്ഞ് ഒരുപാട് ചാനലിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ ഭയങ്കരമുള്ള പ്രശ്നങ്ങളും ആയിട്ടുണ്ടായിരുന്നു. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആളുടെ കമ്പനി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഉണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ തൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോയി, ഇനി ഒരുപാട് പേരുണ്ടെങ്കിൽ വരാൻ തയ്യാറായി നിന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്ത് തരാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ ബാക്കിയുള്ളവരെ സഹായിക്കുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരുപാട് ആൾക്കാർ ചെയ്യത്തില്ല. ഇപ്പോൾ സാധാ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ അധികം സപ്പോർട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കത്തൊന്നുമില്ല. ഇത് കണക്ക് സോഷ്യൽ മീഡിയ ഇരുന്ന് അവർക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, പണക്കാരുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഓരോരോ ഡയലോഗ് അടിക്കുന്നതല്ലാതെ ആരും ഉണ്ടെങ്കിൽ ഒരു 10 രൂപ പോലും കൊടുത്ത് ബാക്കിയുള്ളവരെ സഹായിക്കാറില്ല. അതിനൊന്നും പകരം അവരവരുടെ കാര്യങ്ങൾ ചെയ്യാറേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ ചെയ്യാമെന്ന് പറയണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് കുറച്ച് പേര് നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഇതേണകത്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേണക്ക് സഹായിക്കാൻ വരുന്നതായിരിക്കും. പക്ഷെ ആ സഹായിച്ച് കഴിയുമ്പോൾ അത് അവർക്ക് തന്നെ പണിയാകുമ്പോഴാണ് ഇത് കാണുന്ന ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ സഹായിക്കുന്നത് അത്ര ശരിയല്ല, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ കേസ് എന്ന് തന്നെ പറയാം. രേണുവിൻ്റെ കൂട്ടുകാരിമാരെയും ചേർന്ന് പലയിടങ്ങളിൽ ചെന്നിട്ടുണ്ട് ഈ ബിഷപ്പിനെ അതോടെ തന്നെ ഈ ഫിറോസിനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബിഗ് ബോസിൽ ചെന്നിട്ടും അതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അത്ര രീതിയിൽ അവരങ്ങനെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇമോഷണലി തളർത്തുന്ന രീതി, അവരെ പേരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നാറ്റിക്കുന്ന രീതിയിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഒരുപാട് പേര് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊന്നും അവരെ പറ്റി പറയരുത്, അവർ സഹായിക്കുന്നത് വലിയ കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ രേണു ഒന്നും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഇത് രേണുവിൻ്റെ പേരിലുണ്ടെങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന വീടൊന്നും അല്ലെന്ന് അന്ന് തന്നെ നമുക്കറിയായിരുന്നു. വീടും പുരയിടവും എല്ലാ കാര്യവും ഉണ്ടെങ്കിൽ ആ 2 മക്കളുടെ പേരിലാണ്. ഏറ്റവും ഇളയ കുട്ടിക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം അറിയാനുള്ള പ്രായമൊന്നും അതിൽ വളർന്നു വരുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഉണ്ടെങ്കിൽ കിച്ചുവിനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പല കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ അവ ഇടപെടത്തില്ലായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അമ്മ എന്ത് പറയുന്നു അത് കേട്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതേണക്ക് വീഡിയോ ചെയ്യും, ഞാനുണ്ടെങ്കിൽ ആരെ പറ്റി ഒരു കുറ്റം പറഞ്ഞില്ല അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ചെയ്തതാണ് സാധാ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതേണക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പുരയിടം തിരിച്ച് തരണം, അല്ലെങ്കിൽ തനിക്കെതിരെ മോശമായിട്ടുണ്ടെങ്കിൽ ഇതേണക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാം തിരിച്ചെടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു. അതിലുണ്ടെങ്കിൽ രേണുവിൻ്റെ പേരും അതോടെ തന്നെ കിച്ചുവിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ രേണുവിനെ പറ്റി ഇതേണക്ക് പറയുന്നത് തെറ്റില്ലെന്നാണ് കിച്ചു പറയുന്നത്. ഇപ്പോൾ രേണു ഒരുപാട് വട്ടം ഇതേണക്ക് ഉണ്ടെങ്കിൽ ഫിറോസിനെ പറ്റി അതോടെ തന്നെ ഉണ്ടെങ്കിൽ ബിഷപ്പിനെ പറ്റി ഒരുപാട് മോശമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെ തുടർന്നുണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഇതേണത്തുള്ള ഒരു പരാമർശം നടത്തിയത്. അതിനകത്ത് കിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, ബിഷപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെക്കുറിച്ചോ മോശമായിട്ട് താൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇതേണക്ക് നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് തൻ്റെ പേരിലും അത് ഇതേണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയത്തില്ല. അതോടെ തന്നെ ആ വീഡിയോ നമ്മൾ നോക്കി കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇതേണക്ക് ഭയങ്കരമായിട്ട് കിച്ചു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, ആ പറഞ്ഞ് ശരിയല്ലേ, ഈ പാവം ചെറുക്കനുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇതേണകത്തുള്ള പേരിലൊക്കെ അവനെ ഇടപെടുത്തുന്നതെന്നുള്ള രീതി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ ശരിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ എവനും വളർന്നു വന്നിരിക്കുന്ന ഒരു പയ്യൻ തന്നെയാണ്. എവനുണ്ടെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതൊന്നും അവ ഇതുവരെ ഒന്നിലും ചെയ്തിട്ടില്ല. പലപ്പോഴും ഇതേകത്തുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇതേണക്ക് വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്തത് തന്നെ വലിയ കാര്യമാണ്, ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നന്ദി എന്നല്ലാതെ വേറെ ഒന്നും പറയുന്നൊന്നുമില്ല. അതല്ലാതെ ഇവനുണ്ടെങ്കിൽ അവൻ്റെ അമ്മയടുത്ത് പറയായിരുന്നു ഇതേണക്ക് ചെയ്യുന്നത് ശരിയല്ല, അത് ഞങ്ങളെ പേരിൽ എഴുതി തന്ന വീടാണ്, നിങ്ങളത് കുറ്റം പറയേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പലവട്ടം പറഞ്ഞ അമ്മയുണ്ടെങ്കിൽ നിലയ്ക്ക് നിർത്തായിരുന്നു. അതൊന്നും ചെയ്യാതെ ഉണ്ടെങ്കിൽ അവരെന്തൊക്കെ പറയുന്നു അതെല്ലാം ഉണ്ടെങ്കിൽ തനിക്കൊരു പ്രശ്നമില്ല, താൻ കൊല്ലത്താണ് താമസിക്കുന്നത്, താൻ അതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അതൊരു സൈഡിൽ കൂടെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് ഇത്രയും വഷളായി പൊയ്ക്കൊണ്ടേ ഇരുന്നത്. ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതല്ലാതെ ഉണ്ടെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല, താൻ ഇതിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ താൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുണ്ടെങ്കിൽ അതിൽ നിന്ന് കൈ ഊരാൻ പറ്റത്തില്ല. കാരണം തൻ്റെ പേരിലും കൂടെ ഉള്ള ഒരു വസ്തുവിനെ തുടർന്നാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്.
നടക്കുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഇൻ്റർവ്യൂസും ആൾക്കാരുടെ മുമ്പിൽ പറയുന്നതാണ് വീട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ പുരയിടത്തിൻ്റെ അത്ര ശരിയായില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് തന്നവരെ പറ്റി ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് പറയുന്നതാണ് ഇത് കണക്കുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്കുണ്ടെങ്കിൽ ഒരു പുരയിടം അല്ലെങ്കിൽ വീട് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അത് കിട്ടാതെ തന്നെയാണ് ഒരുപാട് പേര് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ച പുരയിടമൊന്നുമല്ല അങ്ങനെ കുറ്റം പറയാൻ വേണ്ടി ആൾക്കാരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതും അവർ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുകയും ഒരു പുരയിടം കൊടുക്കുകയും ചെയ്ത് അവർക്ക് തന്നെ ഇത് കണക്ക് പാരായി വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുക. ഇപ്പോൾ സാധാ രീതിയിൽ ഇങ്ങനെ സഹായിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്ത ബാക്കിയുള്ള ആൾക്കാർ ഇനി സഹായിക്കാൻ പോലും തയ്യാറാവത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ എന്തായിരുന്നാലും ഇപ്പോൾ കിച്ചു ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പേരെന്തിനാണ് ഇതാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ പേരിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ ഒരു കാര്യവും പറഞ്ഞില്ല. ഓക്കെ, അവൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അവൻ ആരെ പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല, ആരുടെ പേരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ ഇത് കണക്ക് അവരുടെ പേര് പറയുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അവൻ മിണ്ടാതിരിക്കുന്നത് ചെയ്ത് അതുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അവൻ്റെ അമ്മയെ പലവട്ടം ഉണ്ടെങ്കിൽ പറഞ്ഞ് വിലക്കായിരുന്നു ഇത് കണക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പല കാര്യങ്ങൾ പറയാമായിരുന്നു. പക്ഷേ അവൻ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ അതൊന്നും മിണ്ടാതെ ഇത് കണക്ക് കൊല്ലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പം വന്നിട്ട് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഇതേ കണക്ക് പെടുത്തിയതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം അവൻ്റെ പല വീഡിയോയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരനും കൂടെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടുകാരനുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിവരമുള്ള രീതിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവനുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കിച്ചുവിനുണ്ടെങ്കിൽ മനസ്സിലാവുന്നുമില്ല. ഇതേ തീരുമാനം ഉണ്ടെങ്കിൽ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടം വരെ വരത്തില്ല. ആൾക്കാർ നമ്മളെ സഹായിച്ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടെങ്കിൽ നന്ദിയില്ലാത്ത ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അവർക്ക് ഈ വീടോ പുരയിടോ ഒന്നും തരേണ്ട ആവശ്യമോ ഒന്നുമില്ല. എന്നിട്ടും ഉണ്ടെങ്കിൽ അവർ ഇതേ കണക്കത്തുള്ളൊരു സഹായം ചെയ്തു തരികയും അവസാനം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അവർക്ക് തന്നെ ഒരു ആപ്പാവുന്ന രീതിയിൽ വന്ന് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആൾക്കാർ സഹായിക്കാതിരിക്കുന്നത്. അങ്ങനെ സഹായിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സഹായിച്ചവർ തന്നെ ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാക്കുകയോ ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഫിറോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഇതേ കണക്ക് വീട് വെച്ച് കൊടുത്തു, അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ വീടിനെ പറ്റി ഭയങ്കരമായിട്ട് കുറ്റം പറയുക, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ സ്ഥാപനം ഭയങ്കരമായിട്ട് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. സോ അതിനെല്ലാം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വീട് വെച്ച് കൊടുത്തെന്നുള്ള ഒരേ ഒരു റീസൺ കൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഇപ്പോൾ അവർ പ്രൊമോഷന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. പ്രൊമോഷന് വേണ്ടി തന്നെയാണ് അവർ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് കൊടുത്തത് വലിയ കാര്യം തന്നെയാണ്. ആ സമയത്ത് അവരെ അങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റം പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ പോലും ഇല്ലാതെ എന്തെങ്കിലും വീടിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുക, എവിടെ ചെന്നാലും അവരെ പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്നതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഈ സ്ഥിതി വരെ വന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഇതെനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ വീടിന് എന്തോ ആവുമെന്നും അറിയത്തില്ല, അതിനും ഇനി വല്ല പ്രശ്നം വരുമെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ശരി, ഇതുവരെ ഉണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരും ഇതിനകത്തുള്ളൊരു പ്രവൃത്തി കാണാനാണ് ഈ കേസ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് നേരത്തെ രേണുവിനെ പറ്റി അറിയാവുന്നതാണ്, ഇങ്ങനത്തെ സ്വഭാവമാണ്. പക്ഷേ കിച്ചുവിനുണ്ടെങ്കിൽ അവൻ വളർന്നു വരുന്നതാണ്. അവനുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം. സോ അവനുണ്ടെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞു കൊടുത്ത് ഇത് ഇനി ചെയ്യാൻ പാടില്ല, ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങൾക്ക് തന്ന പുരയിടമാണ്, ഇതിൽ നിങ്ങളൊരു അഭിപ്രായം പറയേണ്ടെന്ന് ഉറച്ച സ്റ്റാൻഡോടെ നിന്നിരുന്നെങ്കിൽ ഇത് ഇത്രയും പോകത്തില്ലായിരുന്നു. അതിന് പകരം അവനുണ്ടെങ്കിൽ ചുമ്മാ വിട്ടതാണ് ഇതിന് മാത്രം പ്രശ്നമായിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.